ഭഗവാൻ കേൾക്കണില്ല എന്നാ തോന്നണേ. നന്ദനം എന്ന സിനിമയിൽ കടുത്ത കൃഷ്ണഭക്തയായ ബാലാമണി എന്ന കഥാപാത്രം പറയുന്ന ഡയലോഗാണിത്. അത് സിനിമയാണെങ്കിൽ പലരും ജീവിതത്തിൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള വാക്കായിരിക്കും ഇത്. അല്ലെങ്കിൽ അങ്ങനെ ഓർത്തിട്ടെങ്കിലും ഉണ്ടാവും ഭഗവാൻ കേൾക്കണില്ല എന്ന്. പക്ഷേ ഇങ്ങനെ തോന്നിയാലും കണ്ണനോടുള്ള ആ ഭക്തി കൈവിടാൻ തയ്യാറല്ല പലരും, അല്ലേ? അതിന് നമ്മളെക്കൊണ്ട് കഴിയില്ല. കണ്ണനോടുള്ള ഇഷ്ടം ഒരു ലഹരി പോലെ അങ്ങ് നിറഞ്ഞു നിൽക്കുവാണ് മനസ്സിൽ. സർവ്വതും കൃഷ്ണമയം, കാണുന്നതും കേൾക്കുന്നതും എല്ലാം. മഞ്ചാടി, മയിൽപ്പീലി, ഓടക്കുഴൽ തുടങ്ങി കണ്ണൻ ഇഷ്ടപ്പെട്ട എല്ലാത്തിനോടും നമുക്കും പ്രേമമാണ്. മഞ്ചാടി കണ്ടാൽ അപ്പോൾ കളക്ട് ചെയ്യണം, മയിൽപ്പീലി കണ്ടാൽ അതെടുത്ത് സൂക്ഷിച്ചു വെക്കണം. ഇങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉള്ളവരല്ലേ നിങ്ങൾ പലരും. എന്തെങ്കിലും കഥകൾ കേൾക്കാൻ തോന്നിയാൽ കണ്ണനെക്കുറിച്ച് കേൾക്കണം, വായിക്കാൻ തോന്നിയാൽ കണ്ണനെക്കുറിച്ച് വായിക്കണം, പാട്ട് കേൾക്കാൻ തോന്നിയാൽ കണ്ണൻ്റെ പാട്ട് കേൾക്കണം. ഇങ്ങനെ തോന്നാറില്ലേ നിങ്ങൾക്ക്? കണ്ണൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്തുകൊണ്ടറിവിയിലെ കണ്ണ എന്ന പാട്ടാണ്. കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് എല്ലാവരും കേട്ട് നോക്കണേ. ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന പാട്ടെന്നൊക്കെ പറയാം. കേൾക്കുമ്പോൾ നമ്മളെക്കുറിച്ചാണ് അതിൽ പറയുന്നതെന്ന് തോന്നിപ്പോകും. കൃഷ്ണഭക്തരുടെ ഫീലിങ്സ് അതേപടി അങ്ങ് പകർത്തി വെച്ചിരിക്കുന്ന പാട്ടാണ്. അതിലെ ആദ്യത്തെ വരിയിൽ പറയുന്നത് തന്നെ നമ്മൾ കണ്ണനെ കാണുമ്പോൾ അറിയാതെ കണ്ണൊക്കെ നിറഞ്ഞു പോകുന്നതാണ്. അത് ദുരിതങ്ങളൊക്കെ ഓർത്തിട്ടുള്ള കണ്ണുനീരാണെങ്കിലും ഭഗവാന്റെ ആ ചിരിച്ച മുഖം കാണുമ്പോൾ നമ്മളെല്ലാം മറക്കും. ഭഗവാന്റെ ആ ചിരിയിൽ നമ്മുടെ കണ്ണുനീരൊക്കെ അങ്ങ് ഇല്ലാതായി പോകുമെന്നാണ് പറയുന്നത്. പരിഭവം പറയുവാൻ വന്നു നിന്റെ ചിരിയിൽ ഞാനെല്ലാം മറന്നു എന്നൊരു വരിയുണ്ട്. എന്ത് ഫീലാണെന്നറിയോ? പിന്നെ അതിൽ ഭഗവാനെക്കുറിച്ച് പറയുന്ന വരിയുണ്ട്. അതായത് കണ്ണൻ നമുക്ക് വേണ്ടിയിട്ട് നമ്മളറിയാതെ ഒരുപാട് കാര്യങ്ങൾ കരുതി വെക്കുന്നുണ്ട്. അതായത് നമുക്ക് പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സർപ്രൈസൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരറിയാതെ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കരുതി വെക്കില്ലേ? എന്നിട്ട് സമയമാകുമ്പോൾ അതവർക്ക് കൊടുക്കും. അതുപോലെ കണ്ണനും നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ കരുതി വയ്ക്കും. എന്നിട്ട് ഭഗവാനൊന്ന് കൈവിടും പോലെ അങ്ങ് മാറി നിൽക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ പൊന്നുണ്ണി കണ്ണനല്ലേ, അങ്ങനെ ചെറിയ കുറുമ്പൊക്കെ കാണിക്കും. പിന്നെ ഒരു കള്ളച്ചിരിയോടെ എല്ലാം നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരും. അതാണ് കണ്ണൻ. ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് തോന്നും കണ്ണൻ കേൾക്കണില്ല എന്നൊക്കെ. നമ്മുടെ ജീവിതത്തിൽ കര കാണാതെ തുഴയുവാണെന്നൊക്കെ. നമ്മൾ കര കാണുന്നില്ലെന്നേ ഉള്ളൂ, കണ്ണൻ അത് കാണുന്നുണ്ട്. കണ്ണനറിയാം നമ്മളെ എവിടെ എത്തിക്കണമെന്ന്, എവിടെ എത്തിച്ചാൽ നമ്മൾ സുരക്ഷിതരാകുമെന്ന്. അതുകൊണ്ട് കണ്ണൻ്റെ അടുത്ത് നിങ്ങൾ സുരക്ഷിതരാണ്. 1000 ഭക്തരുള്ളിടത്ത് എൻ്റെ വിളി കണ്ണൻ കേട്ട് കാണില്ല, അല്ലെങ്കിൽ വിട്ടുപോയി കാണും എന്നൊന്നും ചിന്തിക്കണ്ട. എത്ര പേര് വിളിച്ചാലും അതെല്ലാം കേൾക്കുന്ന ആളാണ്. പണ്ട് ഓരോ ഗോപികമാരും കണ്ണൻ തൻ്റെ അടുത്ത് ഉണ്ടാവണമെന്ന് ഒരേ സമയത്ത് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ കണ്ണൻ ആരെയും വിഷമിപ്പിക്കാതെ അത്രയും രൂപങ്ങളിൽ ഓരോരുത്തരുടെ അടുത്തും ഉണ്ടാവുമായിരുന്നു. അതുപോലെ എല്ലാവരുടെ അടുത്തും കണ്ണനുണ്ട്. ആരെയും കേൾക്കാൻ കണ്ണൻ ഒരിക്കലും വിട്ടുപോവില്ല. എല്ലാവരുടെ അടുത്തും എപ്പോഴും ഉണ്ട്.